friends, welcome back to my channel. It's Michelle and you're watching Ishq Vlogs. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രെയിം ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനുമായിട്ടാണ്. ഒരു കയവയുടെ ഡ്രോയിങ്ങിനോടൊപ്പം ഒരു യാ അള്ളാ എന്ന് എഴുതിയിട്ടുള്ള ഒരു കാലിഗ്രാഫിയും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ പേപ്പറിൻ്റെ അനുസരിച്ചിട്ട് ഒന്ന് വരക്കുക. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ പറയണില്ല, ഒരു ഏകദേശം നിങ്ങളൊന്ന് നിങ്ങൾ എടുക്കുന്ന പേപ്പറിനനുസരിച്ചിട്ട് വരക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിത് മുഴുവനും നിങ്ങൾ ഒരു ജസ്റ്റ് നിങ്ങളുടെ ഞാനെടുത്തിട്ടുള്ളത് A4 സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവാം. പിന്നെ ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് ക്യാൻവാസിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ചുമരിലൊക്കെ വെക്കാനാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് ഇതൊന്ന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നത് A4 ഷീറ്റിൽ. ഇൻഷാ അല്ലാ ആയത്ത് കുർസിയുടെ വീഡിയോ ചെയ്യാൻ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നവരെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ചിലർ വോയിസ് ക്ലിപ്പ് അയക്കാത്തവരെ തീർച്ചയായിട്ടും ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കില്ല. വോയിസ് ക്ലിപ്പ് അയക്കുന്നവരെ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വരക്കുന്നതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഒട്ടും വരക്കാൻ അറിയാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡിസൈന് കഅബ ഡിസൈനൊക്കെ നമ്മൾ ക്രോമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അത് ഫോട്ടോ കോപ്പി എടുത്തിട്ട് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ക്യാൻവാസിലൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് യാ അല്ലാ എന്ന് എഴുതിയിട്ട് കാലിഗ്രാഫി എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കളർ മുഴുവനും ഫില്ല് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ടൈം ആവും, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരാവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യണ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഈ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. ഈ മാർക്ക് ചെയ്ത എല്ലാ സ്ഥലത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാർക്കർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം, കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിത് മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡബിൾ പെൻസിലാണ്.
അപ്പോൾ എങ്ങനെ വെക്കണ്ടെന്ന് ചിലർ ശരിയാവുന്നില്ല എന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഇത് കുറച്ച് ചെരിച്ച് വേണം വെക്കാനായിട്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ പാടില്ല, കുറച്ച് ചെരിച്ച് വേണം വെക്കാനായിട്ട്. പിന്നെ പെൻസിലിൻ്റെ ഇതിൻ്റെ മുനമ്പുണ്ടാവുമല്ലോ, പെൻസിലിൻ്റെ ഷാർപ്പ് വരുന്ന ഭാഗം രണ്ടും സെയിം ലെവലാണ്. പിന്നെ ഫസ്റ്റ് ടൈം തന്നെ ഇത് ശരിയാവണമെന്നില്ല, കുറച്ചൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രിക്ക് പിടികിട്ടും. അപ്പോൾ ഞാൻ ഡബിൾ പെൻസിൽ കൊണ്ടിട്ട വീഡിയോസ് എല്ലാം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. പറ്റുന്നവർ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾ ചെയ്ത വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫുള്ള് എഴുതി നോക്കുക. അപ്പോൾ ഞാൻ മുഴുവൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. യാ അള്ളാ എന്നാണ് നമ്മൾ എഴുതിയത്. ഇനി നമുക്കൊന്ന് ചെറിയ മുനമ്പുള്ള നമുക്ക് സ്കെച്ച് കളർ ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് എഡ്ജസ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ മാർക്കർ കൊണ്ടായിരുന്നു ആദ്യം ചെയ്യുന്നത്, പക്ഷെ അതുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. പിന്നെ മാർക്കറിന് പകരമായിട്ട് നിങ്ങൾക്ക് ജെൽ പെന്ന്, പിന്നെ CD മാർക്കർ ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മുഴുവനും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ എനിക്ക് ഫ്രെയിം ചെയ്യാനോ ഒന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല ഇവിടെ, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഫോട്ടോസ് അയച്ച് തന്നവരുടെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ് എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്, എൻ്റെക്കാട്ടും നന്നായി ചെയ്യുന്നുണ്ട് പലരും. അപ്പോൾ എല്ലാവരുടെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ നെയിമും പ്ലേസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോട്ടോസും എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ അയച്ചു തരിക. അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.